നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് വരുന്നത്. അവിടെ ഈ തണുത്ത് ഉറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയിൽ ബാംഗ്ലൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഡിസംബർ 20 പുലർച്ചെ 4 മണിക്ക് അതിതണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ അവിടെ കുറേ ചായ്പ് വലിച്ചു കെട്ടി അല്ലെങ്കിൽ കൊച്ചു വീടുകളിൽ കൂര വലിച്ചു കെട്ടിയ ഏതാണ്ട് 150ഓളം വീടുകൾ അവിടെ ഈ വസീം ലേഔട്ട്, അതേപോലെ തന്നെ ഫക്കീർ കോളനി. ഈ ഫക്കീർ കോളനി എന്ന് പറഞ്ഞാൽ തന്നെ ദരിദ്രരുടെ കോളനി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രദേശങ്ങളിലുള്ള 150ഓളം വീടുകൾ, അവിടെ ഏതാണ്ട് 700ഓളം ആളുകൾ താമസിക്കുന്നു. അങ്ങനെ ഈ 150ഓളം വീടുകളിലുള്ള 500ഓളം ആളുകളെ ഒരൊറ്റ പുലർച്ചെ 4 മണിക്ക് ബുൾഡോസർ കൊണ്ടുവന്ന് ആ വീടുകളൊക്കെ ഇടിച്ചു നിരത്തി. വീടുകളിലെ അമ്മമാർക്ക് വീടുകളിലുള്ള സാധനങ്ങൾ പോലും എടുക്കാൻ സമയം കൊടുക്കാതെ, പല കുട്ടികളും തങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും എടുക്കാൻ അനുവദിക്കാതെ, അത്യാവശ്യ വസ്തുക്കൾ പോലും എടുക്കാൻ അനുവദിക്കാതെ ആ വീടുകളൊക്കെ തന്നെ ഇടിച്ച് നിരത്തിയിരിക്കുകയാണ്. തീപിടിക്കുന്ന വസ്തുക്കൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ വീടുകളിൽ നിന്ന് മാറ്റിയത്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഈ 500ഓളം ആളുകൾക്ക് എവിടത്തേക്ക് മാറി താമസിക്കണമെന്ന് പോലും പറയാതെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ച് വരുന്ന, സ്വന്തമായി റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, വോട്ടേഴ്സ് ID ഉണ്ട്, അങ്ങനെ എല്ലാ രേഖകളുമുള്ള, ബാങ്കുകളിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്കുകളിൽ ലോണുകളുണ്ട്, സർക്കാരിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ താമസിക്കുന്ന ആളുകൾ, ദരിദ്രരായ ആളുകൾ, വേറെ എങ്ങും വീടില്ലാത്ത ആളുകൾ, ആ ആളുകളെ കുടുംബസമേതം വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടു പൊതുനിരത്തിലേക്ക്. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സ്ഥലമില്ലാതെ സ്ത്രീകളുടെ സങ്കടം. അവർ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മണിക്കൂറുകളോളം വെള്ളം കുടിക്കാതെ പട്ടിണി കിടക്കുകയാണ്. കാരണം സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാൻ നമുക്കറിയാം, അവർക്ക് എവിടെയെങ്കിലും പോയിട്ട് മൂത്രമൊഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മണിക്കൂറുകളോളം ആ സ്ത്രീകൾ സങ്കടത്തോടു കൂടി ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോട് പറഞ്ഞത്, ഞങ്ങൾ ഇന്ന് വെള്ളമേ കുടിച്ചിട്ടില്ല. കാരണം പലരും വെള്ളം കൊടുത്തപ്പോൾ അവർ വാങ്ങുന്നില്ല, കാരണം മൂത്രമൊഴിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, ഒരു സ്ഥലമില്ല എന്നാണ് ആ സാധുക്കൾ പറഞ്ഞത്. ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടാണ് കർണാടകയിലെ ഗവൺമെൻറ്, അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്, അവിടുത്തെ സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി പ്രതീക്ഷിച്ചില്ല. ഒരു പഴയകാല ഒരു സോഷ്യലിസ്റ്റ് കൂടിയായ സിദ്ധരാമയ്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് പ്രതീക്ഷിച്ചില്ല. ഗവൺമെൻറ് നിഷ്കരണം. ഇത് കോൺഗ്രസ് എല്ലാ കാലത്തും അധികാരമുള്ള സമയത്ത് പാവങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള നിലപാട് എന്നും കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമാണ്. അത് തന്നെയാണ് 1976 തുർക്കുമാൻ ഗേറ്റ്, ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിലും ഇവർ കാട്ടിക്കൂട്ടിയത്. അവിടെയും ഒരു ഏപ്രിൽ മാസം 16 അവിടെ ബുൾഡോസർ കൊണ്ടുവന്ന് അവർ പ്രവർത്തനം തുടങ്ങി. പിന്നീട് 19 കൂടി ഏതാണ്ട് 70,000ഓളം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്ത ആളുകളാണ്. അവിടെ നിർബന്ധിച്ചുകൊണ്ട് ഡൽഹിയിലെ ജുമാ മസ്ജിദിന് സമീപത്തുള്ള ഓൾഡ് ഡൽഹിയിലെ ജനങ്ങളെ ഒന്നാകെ വന്ധ്യംകരിക്കുന്നതിന് വേണ്ടി അവിടെ റുക്സാന സുൽത്താന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ, ഒരു മുസ്ലിം യുവതിയുടെ നേതൃത്വത്തിൽ സഞ്ജയ് ഗാന്ധി നടപ്പിലാക്കിയ, ജഗ്മോഹൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നിർബന്ധിത വന്ധ്യംകരണ പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ആളുകൾ ആദ്യം ടാർഗറ്റ് തികയാതെ ഇരുന്ന സമയത്ത് അവിടെയുള്ള ആളുകളെ നിർബന്ധിച്ചുകൊണ്ട്, റിക്ഷ ഓടിക്കുന്ന ആളുകളെയും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളെയും പിടികൂടിക്കൊണ്ട് അവിടുത്തെ തൊട്ടടുത്തുള്ള ഡുജാന എന്ന് പറയുന്ന സ്ഥലത്തെ വന്ധ്യംകരണ ക്യാമ്പിലേക്ക് ആളുകളെ തള്ളിക്കൊണ്ടുപോയി. ഇതിനെ പ്രതിഷേധിച്ച ആളുകളെ ഒന്നടങ്കം ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോയിട്ട് സമീപത്തുള്ള പ്രത്യേകം സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് അന്ന് ഡൽഹി അതോറിറ്റി ചെയ്തത്. ആ സംഭവത്തിലാണ് ഏതാണ്ട് 1000ഓളം ആളുകൾ മരിച്ചു എന്ന് പറയുന്നു, 700 ആളുകൾ മരിച്ചു എന്ന് പറയുന്നു. ഏതായാലും 70,000ഓളം ആളുകൾ സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ആ വീടുകളൊക്കെ തന്നെ ബുൾഡോസർ ഇടിച്ച് നിരത്തി സമീപത്തുള്ള ഫൈസ ഇലാഹി മസ്ജിദിലേക്ക് ഓടിക്കയറിയ ആളുകളെ ഗ്യാസ് കടത്തിവിട്ടുകൊണ്ട്, ടിയർ ഗ്യാസ് പ്രയോഗിച്ചുകൊണ്ട്, രൂക്ഷമായ വെടിവെപ്പുകൾ നടത്തിക്കൊണ്ട് ആ പള്ളിയുടെ ഒരു ഭാഗം ഇടിച്ചു നിരത്തിക്കൊണ്ട് പള്ളിയുടെ ഇമാമും ആ ഇമാമിൻ്റെ കൊച്ചുമകനും ആ ആക്രമണത്തിൽ മരണപ്പെട്ടത് ഏറ്റവും ദുഃഖകരമായൊരു സംഭവമാണ്. ഇത്രയും ക്രൂരമായിട്ട് അധികാരമുള്ള സമയത്ത് പാവങ്ങളോട് കലിപ്പ്, പാവങ്ങളോട് ബുൾഡോസർ ഉപയോഗിച്ച് കലിപ്പ് തീർക്കുന്ന രാഷ്ട്രീയം അത് കോൺഗ്രസിനും പിന്നീട് അത് BJPക്കും, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കാലത്തും പുലർത്തുന്ന രാഷ്ട്രീയമാണ്. ഇതിനെയൊക്കെ തന്നെ തടയേണ്ടിയിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇത്തരത്തിൽ ഈ പാവങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയോ പകരം മാറി, ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് സമീപത്തുള്ള 3 സ്ഥലങ്ങളിൽ, നന്ദനഗരി, സിലാംപൂർ, അതേപോലെ ത്രിലോക്പുരി എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലേക്കായിരുന്നു ആളുകളെ പറിച്ചു മാറ്റി. അന്നും അതൊരു സംഭവമുണ്ട്. ഞങ്ങൾ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക്, സിലാംപൂരിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പാകിസ്ഥാനെ പറിച്ച് മറ്റൊരു പാകിസ്ഥാനിലേക്ക് നടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലേക്ക് ആ ജനങ്ങളെ മാറ്റുകയായിരുന്നു. അതിക്രൂരമായ വെടിവെപ്പ് നടത്തിക്കൊണ്ട്, ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ പോലും എടുക്കാൻ അനുവദിക്കാതെ നടത്തിയ നരനായാട്ട്. അന്നും കേരളത്തിലുള്ള ചില ആളുകൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്, തുർക്കുമാൻ ഗേറ്റ് തുർക്കിയിലാണ്, ഇന്ത്യയിലല്ല എന്ന് വാദിച്ച. കാരണം
അത് ഇന്ത്യയിൽ പത്രമാധ്യമങ്ങളില്ല. BBC-യും അതേപോലെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വാർത്തകൾ ലഭിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ സംഭവം, ഡൽഹിയിൽ നടന്ന സംഭവം മലയാളികളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളും അറിഞ്ഞത്. ഇന്ത്യയിൽ അന്ന് പത്രമാധ്യമങ്ങൾക്ക് വിലക്കുള്ളത് കൊണ്ട് വിദേശ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച വാർത്തകളിലൂടെയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞത്. അന്നും ഇവിടെ ന്യായീകരണം പറഞ്ഞത് തുർക്കമാൻ ഗേറ്റ് തുർക്കിയിലാണ്, ഇന്ത്യയിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധിത വന്ധ്യംകരണത്തെ പിന്തുണയ്ക്കുകയും അതേപോലെ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തെയും അതേപോലെ തന്നെ ജഗ്മോഹൻ്റെ ഏകാധിപത്യത്തെയും ഒക്കെ പിന്തുണച്ച ആളുകൾ നമ്മുടെ കേരളത്തിൽ അന്നും ഇന്നും ഉണ്ട്. അത് അവർ തന്നെയാണ് ഇപ്പോഴും കർണാടകയിലെ നടപടികളെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നത്, അതിനെതിരെ പ്രതികരിക്കാൻ മടിക്കുന്നത്. എന്നും ഇവരുടെയൊക്കെ സമീപനം പാവങ്ങൾക്കെതിരെ ബുൾഡോസർ നിരത്തുക എന്നുള്ളത് അത് കോൺഗ്രസും BJPയും പിന്നെ തമ്മിൽ ഭേദം കോൺഗ്രസ് എന്നുള്ള നിലപാട് മാത്രമേ ഉള്ളൂ. രണ്ട് വിഭാഗവും ഒരേപോലെ പാവങ്ങൾക്കെതിരാണ്. അധികാരം കിട്ടുമ്പോൾ ആ അധികാരത്തിൻ്റെ മുഷ്കും ധാർഷ്ട്യവും പാവങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും കൊണ്ടു നടന്നത്. അത് തന്നെയാണ് കർണാടകയിൽ ഒറ്റക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് 150ഓളം വീടുകൾ ഇടിച്ചു നിരത്തി ആ പാവങ്ങൾക്ക് എവിടെയൊന്ന് തലചായ്ക്കാൻ പോലും ഇടം കൊടുക്കാതെ ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഈ രാഷ്ട്രീയത്തിന് മാത്രമേ കഴിയുള്ളൂ. എല്ലാവരും പ്രതിഷേധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.